ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് ഈ കാണുന്ന പെപ്പല്ലം ടോപ്പാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇപ്പോൾ ഇത് ഭയങ്കര ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ടോപ്പാണ് ഈ ഒരു പെപ്പല്ലം. അപ്പോൾ ഞാൻ ഇത് തയ്ക്കാനായിട്ട് എൻ്റെ കയ്യിൽ മെറ്റീരിയൽ ഒന്നും ഇല്ലായിരുന്നത് കൊണ്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു നൈറ്റി മെറ്റീരിയലാണ്. ഈ ഒരു നൈറ്റി മെറ്റീരിയൽ ശരിക്കും 2 മീറ്ററോളം ഉള്ളതായിരുന്നു. നമുക്കിതിൽ ഒരു മീറ്ററോ അല്ലെങ്കിൽ 1.25 മീറ്ററോ ഒക്കെ മതി ഈ ഒരു പെപ്പല്ലം ടോപ്പ് സ്റ്റിച്ച് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ആദ്യം തന്നെ നമുക്കിതിൻ്റെ കട്ടിങ്സൊക്കെ എങ്ങനെയാണ് കട്ടിങ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യമേ തന്നെ ഇതുപോലെ ഈ ഒരു തുണി ഇങ്ങനെ ഒന്ന് വിരിച്ചിട്ട് കൊടുത്തിട്ട് ഒന്നായിട്ടൊന്ന് മടക്കിയിട്ട് കൊടുത്തു. ജസ്റ്റ് ഒരു ഫോൾഡ് കൊടുത്തു. ഉള്ളിലേക്ക് നമ്മുടെ നല്ല വശം വെച്ചു, പുറമേ കാണുന്നത് ഈ ഒരു ചീത്ത വശമാണ്. ഇനി അവിടേക്ക് നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ ഒന്ന് വരച്ചു കൊടുക്കണം. എന്നിട്ട് അതേ നിന്നാണ് നമ്മൾ മാർക്കിങ്സ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുന്നത്. ഇതുപോലെ നേരെ ഒരു വര വരച്ചു കൊടുത്തു. ഇനി അവിടേക്ക് നമ്മുടെ ഷോൾഡർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇവിടെ ഇപ്പം ഞാൻ ഷോൾഡർ എടുക്കുന്നത് 7 ഇഞ്ചാണ്. അപ്പോൾ ആ ഒരു 7 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി ആ ഒരു പോയിന്റിൽ നിന്നും താഴത്തേക്കായിട്ട് കൈക്കുഴി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. കൈക്കുഴി ഞാനിവിടെ എടുക്കുന്നത് 7 ഇഞ്ചാണ്. അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതും കൊടുത്തു. ഇനി നമുക്ക് ചെസ്റ്റിൻ്റെ അളവാണ് മാർക്ക് ചെയ്യേണ്ടത്. ചെസ്റ്റിൻ്റെ അളവെന്ന് പറയുമ്പം ആ ഒരു പോയിന്റിൽ കൈക്കുഴി വരച്ച് നിർത്തിയ പോയിന്റിലേക്ക് ടേപ്പ് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് 9 ഇഞ്ചും കൂട്ടത്തിലൊരു 2 ഇഞ്ച് സീം അലവൻസും കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇത്രയും ഒന്ന് വരച്ചതൊന്നും അടയാളപ്പെടുത്തി കൊടുത്തു. ഒരു സ്ട്രെയിറ്റ് ലൈനും കൂടെ നമുക്ക് ആ ഒരു ഷോൾഡറും ആം ഹോളും കൂടെ വരച്ചതും കൂടെ ഒന്ന് സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കാം. ഇനി നമുക്കൊരു ആം ഹോളിൻ്റെ അവിടെ ഒരു കർവ് വരച്ചു കൊടുക്കണം. അപ്പോൾ നമുക്ക് ആ ഒരു പോയിന്റ് കൂട്ടി മുട്ടിയെടുത്തേക്ക് ഇതുപോലെ 1 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്തിട്ട് അവിടേക്ക് ഇതുപോലെ ഒരു കർവ് ഒന്ന് വരച്ചു കൊടുക്കാം. ഒന്ന് വളച്ച് വരച്ചു കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇതിൻ്റെ താഴത്തേക്ക് നമ്മുടെ യോക്ക് പാർട്ട്, അതായത് നമുക്ക് ഈ ഒരു പെപ്പല്ലം ടോപ്പിനെന്ന് പറയുമ്പോൾ യോക്ക് പാർട്ടും ഉണ്ട്, പിന്നെ ഒരു ചുരുക്കിട്ട പാർട്ടും ഉണ്ട്. അപ്പോൾ യോക്ക് പാർട്ട് എന്തുമാത്രമാണ് ലെങ്ത് വേണ്ടിയെന്ന് നോക്കാം. ഞാനിവിടെ 14 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. ആ ഒരു യോക്ക് പീസിന് നമ്മളിപ്പോൾ ആ സ്ട്രെയിറ്റ് ലൈൻ വരച്ചെടുത്തിരുന്ന് ഇതുപോലെ അങ്ങേയറ്റത്തും ഒരു 14 ഇഞ്ചൊന്ന് സ്ട്രെയിറ്റ് ആയിട്ട് മാർക്ക് ചെയ്തു. ഇനി ഇവിടേക്ക് നമ്മുടെ വേസ്റ്റിൻ്റെ അളവ് എത്രയാണെന്ന് വെച്ചാൽ മാർക്ക് ചെയ്യാം. ഞാനിവിടെ 8 ഇഞ്ചും കൂട്ടത്തിലൊരു 2 ഇഞ്ച് സീം അലവൻസും കൂടെയാണ് എടുക്കുന്നത്. അപ്പോൾ അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ഈ സൈഡെല്ലാം ഒന്ന് കൂട്ടി വരച്ച് കൊടുക്കണം. ഇതുപോലെ ഒന്ന് കൂട്ടി വരച്ച് കൊടുക്കാം. ഇനി നമുക്ക് ബാക്ക് പീസ് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് ഇതുപോലെ ഇതിൻ്റെ താഴെ തന്നെ ഞാനിപ്പം ഈ ഒരു ഒറ്റ ഫോൾഡ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ താഴെ തന്നെ നമ്മൾ അടുത്തും കൂടെ വരച്ചിട്ട് ഒരുമിച്ചാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുത്തു. അവിടേക്ക് തന്നെ നമ്മൾ ഷോൾഡർ 7 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്തു. അതിൻ്റെ താഴെ ആ ഷോൾഡർ മാർക്ക് ചെയ്ത പോയിന്റിന് താഴത്തേക്ക് കൈക്കുഴി 7 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ആ ഒരു പോയിന്റിലേക്ക് ചെസ്റ്റിൻ്റെ അളവൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. ചെസ്റ്റിൻ്റെ അളവ് ഞാനിവിടെ 9 ഇഞ്ചാണ് എടുക്കുന്നത്. കൂട്ടത്തിൽ 2 ഇഞ്ച് സീം അലവൻസും കൂടി എടുക്കുന്നുണ്ട്. അതും ഒന്ന് നമുക്ക് ഇതുപോലെ വെച്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതും ഒന്ന് സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുത്തു. ഇനി നമുക്ക് ആ ഒരു മോളിൽ നിന്ന് നമ്മുടെ യോക്ക് പീസിൻ്റെ ലെങ്ത്ത് എത്രയാണെന്ന് വെച്ചാൽ അത് മാർക്ക് ചെയ്യണം. നമ്മൾ 14 ഇഞ്ച് തന്നെയാണ് എടുക്കുന്നത്. ഫ്രണ്ട് പീസും ബാക്ക് പീസും നമ്മൾ 14 ഇഞ്ച് തന്നെയാണ് എടുത്തിരിക്കുന്നത്. അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ആ ഒരു പോയിന്റിലേക്ക് നമ്മുടെ വേസ്റ്റിൻ്റെ അളവ് നമുക്ക് 8 ഇഞ്ചും കൂട്ടത്തിൽ 2 ഇഞ്ച് സീം അലവൻസും കൂടെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഫുള്ള് നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ആ ജോയിൻസ് എല്ലാം ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണം. ഇതുപോലെ ആ ഒരു താഴ്വശത്ത് നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ ഒന്ന് വരച്ചു കൊടുക്കാം. കൂട്ടത്തിൽ നമുക്കിപ്പം മുകളിൽ ആം ഹോളിൻ്റെ ആ ഒരു സൈഡിലത്തെ ആ ഒരു പോയിന്റിൽ നിന്നും താഴത്തേക്ക് ഇതുപോലെ ഒന്ന് ചെരിച്ച് വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് ആ കൈക്കുഴിയുടെ കർവ് ഒന്ന് വരച്ചു കൊടുക്കണം. നമുക്ക് ആ ഒരു കർവ് വരയ്ക്കാനായിട്ട് നമ്മൾ ആ ജോയിൻ ചെയ്ത പോയിന്റിൻ്റെ അവിടേക്ക് ഇതുപോലെ 1 ഇഞ്ച് ഒന്ന് ടേപ്പ് വെച്ച് 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഒരു കർവ് ഇതുപോലെ ഒരു കർവ് വരച്ചു കൊടുത്ത് ഇനി നമുക്കിത് ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുക്കണം. നമ്മളിപ്പോൾ ഫ്രണ്ട് പീസും ബാക്ക് പീസും കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ രണ്ടും കൂടെ ഒരുമിച്ച് വേണം എടുക്കാമായിരുന്നു. പക്ഷെ നമുക്ക് ഈ ഒരു മെറ്റീരിയലിന് തുണിയുടെ ഡിസൈൻ വരുന്നത് ഒരുപോലെ കിട്ടാനായിട്ടാണ്, അതായത് ഒരേ സൈഡിലേക്ക് ഡിസൈൻ വരാനായിട്ടാണ് നമ്മളിത് രണ്ടായിട്ട് ഇത് കട്ട് ചെയ്തെടുത്തത്. നമുക്കിപ്പോൾ സെയിം മെറ്റീരിയലൊക്കെ എടുക്കുന്നവരാണെങ്കിൽ ഇത് രണ്ടും ഒരുമിച്ച് വെച്ച് കൊടുത്തിട്ട് ഫ്രണ്ടും ബാക്കും ഒരുമിച്ച് വെച്ച് നമുക്ക് മടക്കി കൊടുത്തിട്ട് കട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഞാനിപ്പോൾ ഈ ഡിസൈൻ വരുന്നത് കൊണ്ട് മാത്രമാണിത് രണ്ടും രണ്ടായിട്ട് തന്നെ കട്ട് ചെയ്ത്. ഇനി നമുക്ക് ഈ ഒരു യോക്ക് പാർട്ട് നമുക്ക് താഴെ വശത്തേക്കിന് വെച്ച് കൊടുക്കാനുള്ള ആ ഒരു ചുരുക്കിട്ട ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ആ ഒരു തുണി പീസ് കട്ട് ചെയ്യാനായിട്ട് നമുക്കിതുപോലെ നീളത്തിലൊരു തുണി നമ്മൾ രണ്ടായിട്ട് മടക്കി അതിന് നമ്മൾ ഒന്നുകൂടെ ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിലും ബാക്കിലും വെക്കാനുള്ള പീസ് നമ്മൾ ഒരുമിച്ചാണ് കട്ട് ചെയ്തെടുക്കുന്നത്.
അപ്പോൾ ഇതുപോലെ മടക്കിയിട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ നീളം, നമുക്ക് ആ ഒരു യോക്ക് പാർട്ടിൻ്റെ അവിടുന്ന് താഴത്തേക്ക് എന്തുമാത്രം നീളം വേണോ അതൊന്ന് മാർക്ക് ചെയ്യണം. നമ്മുടെ ചുരുക്കിട്ട് വരുന്ന ഭാഗം എത്ര വേണം? ഞാനിവിടെ 15 ഇഞ്ചാണ് എടുക്കുന്നത്. 14 ഇഞ്ച് നമ്മൾ യോക്ക് പാർട്ടിലും എടുത്തു, 15 ഇഞ്ച് ഇവിടെ നമ്മൾ ചുരുക്കിട്ട് കൊടുക്കുന്നതിന് കൂടെ എടുത്തിട്ട് മൊത്തത്തിൽ 29 ഇഞ്ചാണ് എടുത്തത്. പിന്നെ ഇതിനകത്ത് തയ്യൽ തുമ്പൊക്കെ കുറഞ്ഞു പോകും. നമ്മൾ തയ്യൽ തുമ്പും കൂടെ കൂട്ടിയിട്ടാണ് ഈ ഒരു 15ഉം 14 ഇഞ്ചും ഒക്കെ എടുത്തിരുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ വീതി എന്തുമാത്രം വേണം നോക്കാം. ഞാനിവിടെ 17 ഇഞ്ചാണ് എടുക്കുന്നത്. നമ്മുടെ വേസ്റ്റിൻ്റെ അളവ് 8 ഇഞ്ചിൻ്റെ 4 ഇരട്ടി വേണം നമ്മൾ എടുക്കാനായിട്ട്. എന്നാലേ നമുക്ക് ആ ഒരു ചുരുക്കൊക്കെ ഇടുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ. ഞാനിവിടെ 17 ഇഞ്ച് എടുക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ഞാൻ 2 പീസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതാ ഒരു തുണിയിലേക്ക് വെച്ച് കൊടുത്താൽ മതി ചുരുക്കിട്ട്. ഇനി നമുക്കിതിൻ്റെ സ്ലീവ്സ് ഒന്ന് കട്ട് ചെയ്യണം. അതിനായിട്ട് ഞാൻ ഇതുപോലെ തുണി 4ആയിട്ട് മടക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടേക്ക് നമ്മുടെ ഒരു കൈക്കുഴിയുടെ അളവ് 7 ഇഞ്ച് പ്ലസ് 2 ഇഞ്ച് 9 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ആ ഫുൾ ലെങ്ത്ത്, അതായത് ഒരു 8.25 ഇഞ്ചൊക്കെ ഉള്ളൂ, അത് മൊത്തത്തിൽ അങ്ങ് എടുത്തു. ഇനി ആ ഒരു അറ്റത്തിൽ നിന്ന് താഴത്തേക്ക് 3 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അവിടേക്ക് ഇതുപോലെ ഒരു കർവ് ഒന്ന് വരച്ചു കൊടുക്കണം. നമ്മുടെ ആ ഒരു സ്ലീവ് കറക്റ്റായിട്ട് വരാനായിട്ട് ഇങ്ങനെ ഒരു കർവ് വരച്ചു കൊടുത്തു. ഇനി നമ്മുടെ സ്ലീവിൻ്റെ ടോട്ടൽ ലെങ്ത്ത് എത്ര വേണമെന്ന് വെച്ചാൽ അത് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ മുഴുവൻ എടുക്കുന്നത് 11.5 ഇഞ്ചാണ്. നമ്മുടെ തയ്യൽ തുമ്പ് ഒരു ഇഞ്ചോടെ കൂട്ടിയിട്ടാണ് ഞാൻ ഈ ഒരു 11.5 ഇഞ്ച് എടുത്തിരിക്കുന്നത്. ഇനി അവിടേക്ക് നമ്മുടെ കൈയുടെ വണ്ണം നമുക്ക് എത്രയാണെന്ന് വെച്ചാൽ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 6 ഇഞ്ചും കൂട്ടത്തിൽ 1 ഇഞ്ച് സീം അലവൻസും കൂടെ കൊടുത്തിട്ടാണ് എടുക്കുന്നത്. അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്ത് ഇതുപോലൊരു സ്ട്രെയിറ്റ് ലൈൻ ഒന്ന് വരച്ചു കൊടുത്തു. ഇനി നമ്മൾ ആ 3 ഇഞ്ച് മാർക്ക് ചെയ്ത ആ പോയിന്റിൽ നിന്നും താഴത്തേക്ക് ഇതുപോലെ ഒന്ന് ചെരിച്ച് വരച്ചു കൊടുത്തു. ഇനി അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ. അപ്പോൾ നമുക്ക് 2 സ്ലീവ്സും ഇപ്പം 2 കൈയിലും വെക്കാനുള്ള സ്ലീവ്സ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. കട്ട് ചെയ്ത് എടുത്ത് കഴിയുമ്പോൾ അപ്പം നമ്മൾ ഇതുപോലെ 2 സ്ലീവ്സും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെച്ചേക്കാം. നമുക്ക് ലാസ്റ്റ് സ്റ്റിച്ച് ചെയ്യാം. ഇനി നമുക്ക് നെക്ക് തയ്ക്കാനായിട്ട് ഞാനിതുപോലെ ഒരു ക്യാൻവാസ് ഷീറ്റിനെ മടക്കി വെച്ചിട്ടുണ്ട്. അവിടേക്ക് ഇതുപോലെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഒന്ന് വരച്ചു കൊടുത്തു. അവിടേക്ക് നമ്മുടെ നെക്കിൻ്റെ വീതി എത്രയാണെന്ന് വെച്ചാൽ നമുക്ക് എടുക്കാം. ഞാനിവിടെ 2.25 ഇഞ്ചാണ് വീതി കൊടുക്കുന്നത്. അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്ത് കുറച്ച് താഴത്തേക്കായിട്ടും 2.25 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ആ ഒരു സ്ക്വയർ ഒന്ന് വരച്ചെടുക്കാനായിട്ടാണ്. ഇനി നമുക്ക് എത്രയാണ് ഈ ഒരു കഴുത്തിന് ഇറക്കം വേണ്ടത് അത് മാർക്ക് ചെയ്യാം. ഞാനിവിടെ 6 ഇഞ്ചാണ് കഴുത്തിന് മാർക്ക് ചെയ്യുന്ന ഇറക്കം എന്ന് പറയുന്നത്. ആ ഒരു 6 ഇഞ്ച് ഇപ്പുറത്തെ സൈഡിലേക്ക് ഒന്ന് മാർക്ക് ചെയ്തു. ഇനി നമുക്കിതൊരു ബോക്സ് ആയിട്ടൊന്ന് വരച്ചെടുക്കണം. ആ ഒരു ബോക്സിനുള്ളിലാണ് നമ്മൾ നമ്മുടെ നെക്കിൻ്റെ ഡിസൈൻ അങ്ങ് വരച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒരു ബോക്സ് ആയിട്ട് നമുക്ക് ആ പോയിൻറ്റ്സ് എല്ലാം ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ നെക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളൊരു സ്ക്വയർ നെക്കാണ് കൊടുക്കുന്നത്. ഇനി ഇതിന് സീം അലവൻസ് കൊടുക്കണം. നമ്മളിപ്പോൾ 1 ഇഞ്ചോ അല്ലെങ്കിൽ 3/4 ഇഞ്ചോ വീതിയിൽ നമുക്കിതിൻ്റെ സീം അലവൻസ് കൊടുക്കാം. കാരണം നമുക്കിത് കട്ട് ചെയ്തിട്ട് ഒട്ടിക്കാനുള്ള ഒരു ഗ്യാപ്പ്, ഒട്ടിക്കാനുള്ളൊരു വീതി കൊടുക്കാനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതും ഒന്ന് ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുത്തു. ഇനി നമുക്കിതൊന്ന് സൂക്ഷിച്ച് കട്ട് ചെയ്തെടുക്കണം. നമ്മുടെ ആദ്യം വരച്ച വരയാണ് നമ്മുടെ നെക്കിൻ്റേത്. അപ്പോൾ അത് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കണം. നമ്മളിങ്ങനെ ഈ ഒരു 6 ഇഞ്ച് കൊടുത്തതിൻ്റെ കാരണം തന്നെ ഒരു 1/2 ഇഞ്ച് നമുക്ക് ഷോൾഡർ അടിക്കുമ്പോൾ കയറി പോകുന്നതുകൊണ്ടാണ്. ശരിക്കും 5.5 ഇഞ്ചാണ്. 6 ഇഞ്ച് സീം അലവൻസ് കൂടെ കൂട്ടിയിട്ടാണ് എടുക്കുന്നത്. ഇനി നമുക്ക് ബാക്ക് നെക്ക് ഇതുപോലെ ക്യാൻവാസ് ഷീറ്റിൽ എടുക്കാനായിട്ട് ഇതുപോലൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുത്തു ക്യാൻവാസ് പേപ്പറിൽ. അവിടെ നമ്മുടെ നെക്കിൻ്റെ വിഡ്ത്ത് 2.25 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇച്ചിരി താഴെയായിട്ടും 2.25 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി നെക്കിൻ്റെ ലെങ്ത്ത് എത്രയാണെന്ന് വെച്ചാൽ നമുക്ക് എടുക്കാം. ഞാനിവിടെ 4 ഇഞ്ചാണ് നെക്കിൻ്റെ ലെങ്ത്ത് എടുക്കുന്നത്, നീളം. അവിടെ 3.5 ഇഞ്ച് മതി. 1/2 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പായിട്ട് ഷോൾഡർ അടിക്കുമ്പോൾ എടുക്കാനായിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ അതും ഇതുപോലെ ഒന്ന് ബോക്സായിട്ട് വരച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മളിത് ബോക്സായിട്ട് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനുള്ളിലേക്ക് റൗണ്ട് നെക്ക് വരയ്ക്കാനായിട്ട്, ബാക്കിൽ റൗണ്ട് നെക്ക് കൊടുക്കാനായിട്ട് ഇതുപോലെ സെൻറ്ററിൽ നിന്ന് നമുക്കൊരു 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഒരു കർവ് വരച്ചു കൊടുക്കണം. അപ്പോൾ ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ടൊരു കർവ് വരച്ചു കൊടുത്ത് നമ്മൾ റൗണ്ട് നെക്ക് ആക്കിയിട്ടുണ്ട്. ഇതിന് ചുറ്റും സീം അലവൻസ് പോലെ ഇതുപോലെ ഒന്ന് കുറച്ച് സ്പേസ് വിട്ടിട്ട് നമുക്കൊന്ന് വരച്ചു കൊടുക്കാം. ഒന്നേ നമുക്ക് ടേപ്പ് വെച്ച് 1 ഇഞ്ചോ 3/4 ഇഞ്ചോ മാർക്ക് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഇതുപോലെ റഫായിട്ടൊന്ന് വരച്ചാലും മതി രണ്ടാമത് വരയ്ക്കുന്ന വര. പക്ഷേ ഫസ്റ്റ് വരെ നമ്മൾ നല്ല വൃത്തിക്ക് വരയ്ക്കണം. അപ്പോൾ ഇതുപോലെ ഇനി ഇത് സൂക്ഷിച്ച് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോഴത്തേക്കിന് ആ സ്ട്രെയിറ്റ് ലൈൻ വരച്ചതിൻ്റെ താഴത്ത് വെച്ചാണ് നമ്മൾ കുറച്ച് സ്പേസ് വിട്ടിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒട്ടിക്കുമ്പോഴത്തേക്കിനും പെർഫെക്റ്റ് ആയിട്ട് ഒട്ടിച്ചെടുക്കാനായിട്ടാണ് തുണിയിലേക്ക് ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ആ ഒരു തുണിയുടെ സൈഡ്
മൂന്നരികു വശവും ഇതുപോലെ ഡബിൾ ഫോൾഡ് ചെയ്ത് അടിച്ചെടുത്തിട്ടുമുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ ഫ്രണ്ടും ബാക്കും പീസിലേക്ക് വെച്ച് കൊടുക്കാം. നമ്മുടെ ഫ്രണ്ട് പീസാണിത്. ഈ ഫ്രണ്ട് പീസിൻ്റെ നല്ല വശത്തിൻ്റെ സെൻറ്ററിൽ നമ്മൾ ഇതുപോലെ ഒരു മാർക്ക് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് മടക്കിയിട്ട് ആ ഒരു സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. അവിടേക്ക് നമ്മുടെ ഈ ഒരു ക്യാൻവാസ് പേപ്പർ, അതായത് നമ്മുടെ ഫ്രണ്ട് നെക്കിൽ സ്ക്വയർ ആയിരുന്നു, ആ ഒരു പേപ്പറിൻ്റെ സെൻറ്ററിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് ഇതുപോലെ ഇതിൻ്റെ മുകളിലേക്കൊന്ന് വെച്ച് കൊടുക്കുക. നല്ല വശത്തിന് മുകളിലേക്കാണ് നമ്മളിത് വെച്ച് കൊടുക്കുന്നത്. അതിന് മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഈ ഒരു അരികു വശത്തൂടെ, അതായത് നെക്കിൻ്റെ ഉൾവശത്ത് ക്യാൻവാസെ തൊടാതെ അരികിൽ കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അരികത്ത് കൊള്ളാത്ത രീതിയിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തേക്കുന്നത്. ഇനി ഒരു 1/4 ഇഞ്ച് വിട്ടിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇപ്പം നമ്മളിത് അതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മറിച്ച് അടിക്കുന്നതിന് മുമ്പായിട്ട് ഇതുപോലെ ചെറിയ കട്ടിങ്സ്, നമ്മൾ ആ തയ്ച്ച തയ്യലിൽ കൊള്ളാത്ത രീതിയിൽ ചെറിയതായിട്ട് കട്ടിങ്സ് ഇട്ട് കൊടുക്കാം. എൻ്റെ കത്രികയ്ക്ക് നല്ല മൂർച്ചയായതുകൊണ്ടാണ് ഞാൻ ഇത്രയും സമയമെടുത്തത് കട്ട് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ചെറിയ ചെറിയ കട്ടിങ്സ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഉള്ളിലേക്ക് ഇതുപോലെ, അതായത് നമ്മുടെ ചീത്ത വശത്തേക്ക് ഇത് ഉള്ളിലേക്കൊന്ന് വെച്ച് കൊടുത്ത് ഈ ഒരു നെക്കിൻ്റെ അരികു വശത്തുകൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ ഒരറ്റത്തിൽ നിന്നും ഒരു ശകലം ഇടവിട്ടിട്ട്, അതൊരു 1/4 ഇഞ്ച് പോലും വേണ്ട, നമുക്ക് ആ ഒരു മെഷീൻ്റെ സൂചിയുടെ ഇപ്പുറത്തേക്ക് ഒരു ശകലം ഒന്ന് വിട്ടിട്ട് ഇതുപോലെ പതിച്ചടിച്ച് കൊടുക്കണം. ഈ ഒരു കോർണർ വരുമ്പോൾ ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് നമുക്ക് ആ ഫൂട്ടൊന്ന് ഇങ്ങനെ തിരിച്ച് വെച്ച് കൊടുക്കാം. അതിനുശേഷം ഇങ്ങനെ ഇപ്പുറത്തേക്ക് വെച്ച് കൊടുത്ത് ആ സ്ക്വയറിനൊക്കെ ഒന്ന് പെർഫെക്റ്റായിട്ട് അടിച്ചെടുക്കാം. ഇപ്പം നമ്മൾ ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് നെക്കിലും നമ്മൾ ഇതുപോലെ ക്യാൻവാസ് പേപ്പറിൻ്റെ അരികുവശത്തു കൂടെ അടിച്ചെടുത്തിട്ടുണ്ട്. 1/4 ഇഞ്ച് വിട്ടിട്ട് ഇതുപോലെ ഇതൊന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾക്ക് ചെറിയ ചെറിയ കട്ടിങ്സും ഇതിൻ്റെ സൈഡിൽ ആ ഒരു സ്റ്റിച്ചിൽ കൊള്ളാത്ത രീതിയിൽ ചെറിയ ചെറിയ കട്ടിങ്സും ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഇത് ചെറിയ കട്ടിങ്സ് കൊടുത്തതിന് ശേഷം നെക്ക് അടിക്കുകയല്ല ചെയ്യുന്നത്. ഷോൾഡർ ജോയിൻ ചെയ്തതിന് ശേഷം മാത്രമേ നമ്മളിതിൻ്റെ നെക്ക് തിരിച്ചിട്ടിട്ട് അടിച്ചെടുക്കത്തുള്ളൂ. അപ്പം നമുക്ക് ഇത് ചെറിയ കട്ടിങ്സ് കൊടുത്തതിന് ശേഷം നമ്മുടെ ആ ഒരു ഫ്രണ്ട് പീസും കൂടെ ആയിട്ട് വെച്ച് ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ നമ്മൾ ചെറിയ കട്ടിങ്സ് കൊടുത്തതിന് ശേഷം ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ആ ഒരു ഫ്രണ്ട് പീസും ഇതുപോലെ വെച്ച് കൊടുത്തു. നല്ല വശം രണ്ടും ഒരുമിച്ച് ഇരിക്കണം. അതായത് നമ്മൾ മേളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ചീത്തവശമാണ്. നല്ല വശം ഇതിൻ്റെ നേരെ രണ്ട് നല്ല വശം ഒരുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ ആ ഒരു ബാക്ക് നെക്കിൻ്റെ ആ ഒരു കഴുത്തേലടിച്ച തുണി ഇതുപോലെ മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിലാക്കി ഇതൊന്ന് വെച്ച് കൊടുക്കാം, നമ്മുടെ ഫ്രണ്ട് പീസ്. അപ്പോൾ അതൊന്ന് ഇതുപോലെ വെച്ച് കൊടുത്ത് ഒരു പിൻ വെച്ച് ജോയിൻ ചെയ്തു. ഇനി ഈ സൈഡിലും അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക്, ബാക്ക് നെക്കിൻ്റെ ഉള്ളിലേക്ക് ഈ ഒരു ഫ്രണ്ട് പീസ് വെച്ച് കൊടുത്തിട്ട് ഒരു പിൻ കൊണ്ട് അതൊന്ന് സെക്യൂർ ചെയ്ത് വെക്കാം. പേൾപ്പിൻ ഉപയോഗിച്ച് നമുക്കതൊന്ന് സെക്യൂർ ചെയ്ത് വെച്ചിട്ട് ഷോൾഡർ ഒരു 1/4 ഇഞ്ചോ 1/2 ഇഞ്ചോ വിട്ടിട്ട് താഴ്ത്തി അടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മറിച്ചെടുക്കണം. ഇതുപോലെ നമുക്കൊന്ന് വലിച്ചെടുക്കാം. നേരെ വെച്ച് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് വലിച്ചാൽ മതി. അപ്പോൾ നമ്മുടെ ഷോൾഡർ പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു ബാക്ക് നെക്ക് ഇതുപോലെ ഉള്ളിലേക്ക് വെച്ച് കൊടുത്തിട്ട് അടിച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ ബാക്ക് നെക്ക് ഇതുപോലെ അരികുവശത്ത് ചേർത്ത് വെച്ച് കൊടുത്ത് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ഇതുപോലെ നെക്ക് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സ്ലീവ്സ് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. സ്ലീവ്സ് ആദ്യം തന്നെ നമുക്ക് ഇതുപോലെ ഒന്ന് അടിവശം ഡബിൾ ഫോൾഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇപ്പോൾ ഡബിൾ ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ഷോൾഡർ ജോയിൻറ്റ് പോയിൻറ്റില്ലേ, ആ ഒരു ഷോൾഡർ ജോയിനിങ് പോയിൻറ്റിലേക്ക് നമ്മുടെ ഈ ഒരു സ്ലീവിൻ്റെ സെൻറ്റർ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഈ ഒരു അരികുവശത്ത് ഇതുപോലെ ഒന്ന് മടക്കി ഇങ്ങനെ ചെരിച്ച് വെച്ച് കൊടുത്ത് ഇതൊന്ന് ഫുള്ളായിട്ട് അടിച്ചെടുക്കാം. ഇപ്പോൾ ഇതുപോലെ രണ്ട് സ്ലീവ്സും ഞാൻ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, രണ്ട് സ്ലീവ്സും ജോയിൻ ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇതിൻ്റെ ഈ ഒരു മറിച്ചിട്ട് വെച്ചേക്കാണ് നമ്മൾ, ഇപ്പോൾ ഈ ചീത്തവശമാണ് നമ്മൾ ഈ കാണുന്നത്. ഇനി നമുക്കിതിൻ്റെ ആ ഒരു ഷേപ്പ് ചെയ്ത് അതൊന്ന് അടിച്ചു കൊടുക്കണം. ഈ ഒരു സ്ലീവിൻ്റെ അറ്റത്ത് മുതൽ താഴെ, നമ്മുടെ സ്ലീവിന് നമ്മൾ 1 ഇഞ്ചായിരുന്നു വിട്ടിരുന്നത്, ആ ഒരു 1 ഇഞ്ചിൽ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുത്തിട്ട് നമുക്ക് ആ താഴെ വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിതാ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ അറ്റത്ത് വന്നപ്പോൾ നമ്മൾ കുറച്ച് സ്പേസ് വിട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം അടിയിലെ നമ്മുടെ പീസുമായിട്ട് ജോയിൻ ചെയ്യേണ്ടത് കൊണ്ടാണ് ഇച്ചിരി സ്പേസ് വിട്ടിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് നിർത്തിയത്.
ഇനി നമുക്ക് ഈ ഒരു യോക്ക് പാർട്ടിൻ്റെ താഴത്തേക്ക് നമ്മുടെ ആ ഒരു ഫ്രിൽസ് ഇട്ട് കൊടുക്കാനുള്ള ഭാഗം ഒന്ന് വെച്ച് കൊടുക്കണം. ഇതുപോലെ നല്ല വശമാണ് ഇപ്പോൾ ഈ നമ്മൾ തൊട്ട് കാണിച്ചിരിക്കുന്നത്. നമ്മൾ നല്ല വശത്തിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഈ രണ്ട് നല്ല വശവും ഒരുപോലെ ഒന്ന് വെച്ച് കൊടുക്കണം. അതിനുശേഷം ഈ ഒരറ്റത്ത് നമ്മളിപ്പോൾ ചീത്തവശത്താണ് അടിക്കുന്നത്, ഈ ഒരറ്റത്തൊരു 2 ഇഞ്ചിൻ്റെ ആ ഒരു ശകലം ഭാഗം ഒന്ന് വിട്ട് കൊടുത്തിട്ട് ബാക്കി നമുക്കിതുപോലെ ചെറിയ ചെറിയ പ്ലീറ്റ്സ് ഇട്ട് കൊടുത്ത് ഫുള്ളൊന്ന് അടിച്ചെടുക്കണം. ആദ്യം തന്നെ നമുക്ക് ഒരു ശകലം ഭാഗം നേരെ വെച്ച് അടിച്ചു കൊടുക്കണം. കാരണം അവിടെ ചുരുക്കിയിട്ടാൽ നമുക്ക് ഷേപ്പ് ചെയ്യുമ്പോൾ ആ ചുരുക്കും കൂടെ അതിനകത്ത് കയറിപ്പോവും. അതുകൊണ്ടാണ് ഇച്ചിരി 2 ഇഞ്ച് നമ്മൾ വിട്ടിട്ട് ചുരുക്കിടാൻ തുടങ്ങുന്നത്. ഇതുപോലെ ഒരു പ്ലീറ്റ് നമ്മളിവിടെ പ്ലീറ്റായിട്ടാണ് എടുത്ത് കൊടുക്കുന്നത്. വേണമെങ്കിൽ നമുക്കൊരു സിംഗിൾ സ്റ്റിച്ച് കൊടുത്തിട്ട് അതൊന്ന് നൂലെ മാത്രം പിടിച്ചിട്ട് ഒരു പയ്യെ പയ്യെ അകത്തേക്ക് വലിച്ചു കൊടുത്ത് ചുരുക്ക് വേണമെങ്കിലും വിട്ടെടുക്കാം. ഞാനിവിടെ പ്ലീറ്റ്സ് ആയിട്ടാണ് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇരട്ടി തുണിയെടുത്ത്, നമ്മൾക്ക് തുണി ഉണ്ടായിരുന്നതുകൊണ്ട് നമ്മൾ ഇരട്ടി തുണിയെടുത്ത് ഇവിടെ ഇതുപോലെ മടക്കി മടക്കി പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നത്. തുണി നമുക്ക് കുറവായിരുന്നെങ്കിൽ നമുക്ക് ഒറ്റ നൂല് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്ക് ആ നൂല് വലിച്ച് ചുരുക്കിട്ട് കൊടുക്കുന്നത്, സാധാരണ നമ്മൾ ചുരുക്കിട്ട് കൊടുക്കുന്ന പോലെ തന്നെ വേണമെങ്കിൽ ഇതിന് കൊടുക്കാമായിരുന്നു. നമുക്ക് തുണി ഉള്ളതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ ഇതുപോലെ പയ്യെ പയ്യെ നമുക്ക് ചെറിയ ചെറിയ പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അങ്ങ് അറ്റം വരെയും അടിച്ചെടുക്കാം. നമ്മുടെ ഈ ഒരു ടോപ്പിൻ്റെ പ്രത്യേകത തന്നെ ഈ ഒരു ചുരുക്കിട്ട ഈ ഒരു ഭാഗമാണ്. എന്നുവെച്ചാൽ യോക്ക് പാർട്ടിൻ്റെ താഴത്തേക്ക് ശകലം ലെങ്ത്ത്, നമ്മളൊരു ജീൻസിനൊക്കെ പെയർ ചെയ്യുന്നത് കൊണ്ട് തന്നെ ശകലം ലെങ്ത്ത് ഇതിന് നമ്മൾ എടുക്കുന്നുള്ളൂ. ആ അത്രയും ഭാഗത്ത് ഇതുപോലെ നമ്മൾ നല്ല പെർഫെക്റ്റായിട്ട് ഫ്രിൽസോ പ്ലീറ്റ്സോ അങ്ങനെയൊക്കെ നമുക്ക് പറയാം, ഇതിനെ ഇട്ട് കൊടുത്ത് അടിപൊളിയാക്കി എടുക്കണം. ഇങ്ങനെ നമ്മൾ അടിച്ച അറ്റത്ത് വരുമ്പോഴത്തേക്കിന് അറ്റത്തും ഇതുപോലെ കുറച്ച് സ്പേസ് വിട്ട് കൊടുത്തിട്ട് നമുക്ക് ആ ഒരു ചുരുക്ക് ഇച്ചിരി 2 ഇഞ്ച് ഇപ്പുറത്ത് മാറ്റി ചുരുക്കിട്ട് നിർത്താം. എന്നിട്ട് അറ്റത്ത് നേരെ തന്നെ അടിച്ചിങ്ങി പോരാം. ഇപ്പോൾ നമ്മളിതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് ആ ഒരു പ്ലീറ്റ്സൊക്കെ അടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ തന്നെ ഈ ഒരു സൈഡിലും പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കണം. അതിനായിട്ട് ഇതുപോലെ ഒന്ന് തിരിച്ചു വെച്ചു. ഇപ്പോൾ ഈ നമ്മൾ കാണുന്ന നല്ല വശമാണ്. ഈ ഒരു നല്ല വശത്തിന് മുകളിലേക്ക് നമ്മുടെ ആ ഒരു ലോങ് പീസ് ഒന്ന് വെച്ച് കൊടുക്കാം. അത് വെച്ച് കൊടുക്കുമ്പോൾ ഇതുപോലെ നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം വെക്കാൻ. 2 നല്ല വശവും ഒരുപോലെ വേണം വെച്ച് കൊടുക്കാൻ. ഇപ്പോൾ കാണുന്നത് ഈ ഒരു ചീത്തവശമാണ് നമ്മൾ ഈ മുകളിൽ കാണുന്നത്. അവിടേക്ക് നമ്മൾ ആദ്യമേ ഒരു 2 ഇഞ്ച് നേരെ അടിച്ചിട്ട് ബാക്കി നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് കൊടുത്ത് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ചെറിയ ചെറിയ മടക്കി നമുക്ക് പ്ലീറ്റ്സ് ഇട്ട് കൊടുത്ത് അങ്ങേ അറ്റം വരെയും സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മളിങ്ങനെ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുമ്പം പയ്യെ ശ്രദ്ധിച്ച് വേണം പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാനായിട്ട്. നമ്മൾ ഈ ഒരു ലോങ് പീസിൽ പ്ലീറ്റ്സ് ഇങ്ങനെ മടക്കുമ്പോഴത്തേക്കിന് നമ്മുടെ താഴത്തെ തുണിയും കൂടെ അതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് മടങ്ങിപ്പോകാതെ നമ്മൾ ആ ഒരു ഇത് മടക്കുന്ന കൂട്ടത്തിൽ തന്നെ താഴത്തെ തുണിയൊന്ന് നേരെ വലിച്ച് വേണം ഇത് അടിച്ചെടുക്കാനായിട്ട്. അപ്പം നമുക്ക് നല്ല പെർഫെക്റ്റായിട്ട് ഈ ഒരു പ്ലീറ്റ്സ് ഇട്ട് കിട്ടും. ഇതുപോലെ പയ്യെ സാവധാനം ഇച്ചിരി ഒരു പ്ലീറ്റ് ഒന്ന് അടിച്ച് നിർത്തി എന്നിട്ട് അടുത്ത പ്ലീറ്റ് മടക്കി വെച്ച് നമുക്ക് അങ്ങേയറ്റം വരെയും സ്റ്റിച്ച് ചെയ്യാം. അല്ലെങ്കിൽ തന്നെ നമുക്ക് ഈ ഒരു പ്ലീറ്റ്സ് എല്ലാം നമുക്ക് നേരത്തെ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് പേൾ പിൻ വെച്ച് കുത്തി വെച്ച് അത് പയ്യെ മാറ്റി വേണേലും സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമുക്ക് എങ്ങനെയാണോ സൗകര്യം അതുപോലെ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഈ ഒരു അറ്റത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഈ ഒരു സൈഡിലേക്ക് ഇതൊന്ന് വെച്ച് കൊടുത്തിട്ട് 2 ഇഞ്ച്, അതായത് ഒരു ശകലം ഒന്ന് അങ്ങോട്ട് മാറ്റിയിട്ട് ഇതുപോലെ ആ ഉള്ള ഒരു പ്ലീറ്റ് അങ്ങ് മടക്കി കൊടുത്ത് നേരെ ഇങ്ങ് അടിച്ചെടുക്കാം. ഇപ്പം നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. താഴെയും കണ്ടില്ല, നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് ആ ഒരു ചുരുക്കിട്ടത് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിത് ഒറ്റ അടിപ്പേ അടിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് ഒന്നും കൂടെ ഒരു ഡബിൾ സ്റ്റിച്ച് കൂടെ ഒന്ന് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഇതുപോലെ ഡബിൾ സ്റ്റിച്ച് ചെയ്ത് അത് സെക്യൂർ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സൈഡിൽ നമ്മൾ അടുപ്പ് നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ ഒരു അറ്റത്തിൽ നിന്നും താഴെ വരെയും നമുക്കൊന്ന് നേരെ വെച്ച് കൊടുത്ത് അടിച്ചെടുക്കാം. അതേപോലെ തന്നെ ഈ ഒരു സൈഡും അടിച്ചെടുക്കണം. ഇപ്പോൾ ഇതുപോലെ ഈ ഒരു സൈഡ് അടിച്ചെടുത്തിട്ടുണ്ട്.
ഇപ്പുറത്തെ സൈഡിലും അടിച്ചെടുത്തിട്ടുണ്ട്. നല്ല പെർഫെക്റ്റായിട്ട് നമ്മൾ അടിച്ചു. അതും 2 അടിപ്പ് അടിച്ച് എടുക്കണം. ഇനി നമുക്ക് ഈ ഒരു താഴെ വശം ഇതുപോലെ ഡബിൾ ഫോൾഡ് ചെയ്യണം. ഇതുപോലെ ഡബിൾ ഫോൾഡ് ചെയ്ത് ഒരറ്റത്തിൽ നിന്നും മറ്റേ അറ്റം വരെയും നമുക്ക് അടിച്ചെടുക്കാം. ഇനി നമുക്ക് ഈ ഒരു പീസ് ഇതുപോലെ 2 ലോങ് പീസ് എടുക്കണം. 28.5 ഇഞ്ചിൻ്റെ. ഞാനിപ്പോൾ ഈ തേരുവശം എടുത്തേക്കുന്നതുകൊണ്ട് നമുക്ക് ഡബിൾ ഫോൾഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് നമ്മൾ സ്ലീവിനടിയിലായിട്ട് ചെറിയൊരു ഫ്രില്ല് കൊടുക്കാനായിട്ടാണ് ഇതെടുക്കുന്നത്. അപ്പം നമ്മുടെ സ്ലീവ് നമ്മൾ പ്ലെയിൻ സ്ലീവായിരുന്നു സ്റ്റിച്ച് ചെയ്തിരുന്നത്. അതിൻ്റെ താഴത്തേക്ക് ചെറിയൊരു പടി പോലെ ഫ്രില്ല് വെച്ച് കൊടുക്കാനായിട്ടാണ്. അപ്പോൾ ഈ ഒരു 28.5 ഇഞ്ച് നീളമുള്ള ഒരു പീസ് ഞാൻ എടുത്തിരിക്കുന്നത്. നമുക്ക് അപ്പം ഇത് തേരുവശം ആയതുകൊണ്ട് ഒരു അറ്റം അടിക്കണ്ട. അപ്പോൾ ആ ഒരു അറ്റം മുകളിലേക്ക്, അതായത് നമുക്ക് താഴത്തേക്ക് വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കാം. ആ ഒരു നൂല് വലിഞ്ഞിരിക്കുന്ന ഭാഗം നമുക്ക് അടുപ്പിൻ്റെ അവിടെ ഇതുപോലെ വെച്ച് കൊടുക്കാം. നല്ല വശം രണ്ടും ഒരുപോലെ ചേർത്ത് വെച്ച് കൊടുത്തിട്ട് ഈ ഒരു അറ്റത്തിൽ നിന്നും ശകലം വിട്ടിട്ട് ഇതുപോലെ ചെറിയ ചെറിയ പ്ലീറ്റ്സ് ഇട്ട് കൊടുത്ത് നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ നമുക്ക് ശകലം ഒന്ന് വിട്ട് കൊടുത്തിട്ട് നല്ല വശം രണ്ടും ഒരുപോലെ വെച്ച് കൊടുത്തിട്ട് വേണം നമുക്കിതുപോലെ അടിക്കാൻ. എന്നിട്ട് ചെറിയ ചെറിയ പ്ലീറ്റ്സ് ഇട്ട് കൊടുത്ത് മൊത്തത്തിലൊന്ന് അടിച്ചെടുക്കാം. ഇപ്പം നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഇതൊന്ന് നേരെ വെച്ച് കൊടുത്തിട്ട് ഈ ഒരു സ്ലീവിൻ്റെ അറ്റത്ത് നിന്നും ഇതിലേക്കൊന്ന് കൂട്ടി അടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഇതുപോലെ ഫുള്ളായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ പെപ്പല്ലം ടോപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇതെൻ്റെ അനിയത്തി ആദ്യം തന്നെ ഒന്ന് ഇട്ട് നോക്കിയതാണ്. ഇത് ഞാനിട്ടത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു പെപ്പല്ലം ടോപ്പ് എങ്ങനെയാണ് തയ്ക്കുന്നതെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് കമൻറ്റ് സെക്ഷനിൽ ഇട്ടാൽ മതി. ഞാൻ അതിന് മറുപടി തരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവരും കാണുക. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പം കൂടുതൽ വീഡിയോസുമായി ഞാൻ ഉടനെ തന്നെ വരുന്നതായിരിക്കും. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ്. സീ യു ഇൻ എ നെക്സ്റ്റ് വീഡിയോ.